എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ക്രൂസും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഇതിൽ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാട്ടാളൻ ആണ് എൻ്റെ ഫേവറേറ്റ് മൂവി. ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ഷെരീഫ് ഖാൻ. കാരണം ഞാൻ ആദ്യം ഷെരീഫ് ഖാൻ്റെ അടുത്തേക്ക് ഒരു ആക്ഷൻ ചിത്രം തന്നെ, പക്ഷേ ഇത്രയും വലിയ ക്യാൻവാസിലുള്ളൊരു ചിത്രമായിരുന്നില്ല. ഞാനതാണ് ആദ്യം ഷെരീഫ് ഖാൻ്റെ അടുത്തേക്ക് പിച്ച് ചെയ്തൊരു പ്രോജക്റ്റ്. അപ്പോൾ ഷെരീഫ് ഖാൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയായിരുന്നു, കാരണം ക്യൂബ്സ് ആദ്യം ചെയ്ത പടം മാർക്കോയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഹൈ ഒക്ടെയിൻ ആക്ഷൻ ഫിലിം തന്നെ, കാരണം അത് മലയാളത്തിൽ അധികം വരാറില്ല. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ആ ഒരു എനർജി, ആ ഒരു ഹൈ ഒക്ടെയിൻ തിയേറ്ററിൽ കീപ്പപ്പ് ചെയ്യണമെന്ന് ഷെരീഫ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഷെരീഫ് എന്നിലേക്ക് ഷെയർ ചെയ്തു. ഞാനങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ ഫ്രം ദ റൂട്ട് എന്താ പറയുക, ഞാനൊരു സിനോപ്സിസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മുതൽ ഞാനത് ഷെരീഫ്ക്കായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഓൾ ത്രൂ ഡിസ്കഷനിലാണ് ഈ സ്ക്രിപ്റ്റ് തന്നെ ഫോം ആയത്. പിന്നീട് മുന്നോട്ട് വരുമ്പോഴും ഞാൻ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു, കാരണം ഇതിലിപ്പോൾ എലഫൻസ് ആയിട്ടുള്ള സീക്വൻസസ്, അപ്പോൾ അത് നമ്മൾ ആദ്യം വളരെ മിനിമലായിട്ടാണ് സ്ക്രിപ്റ്റിൽ എലഫൻറ്റിൻ്റെ സീക്വൻസസ് കീപ്പപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഗ്രാഫിക്സിൽ VFX ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലാണ് ആദ്യം പോയത്. അപ്പോൾ ഷെരീഫ് ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാതെ, നമുക്ക് എലഫൻസിൻ്റെ സീക്വൻസ് VFX ചെയ്യണ്ട, നമുക്കത് റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ നമുക്ക് റിയൽ എലഫൻസിനെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ പരിമിതികളും കുറേ പെർമിഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഷെരീഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് തായ്ലൻഡിൽ ഷൂട്ട് ചെയ്യാം, കെച്ച മാസ്റ്റർ പോയി ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുംബൈക്ക് പോയി. കെച്ച മാസ്റ്റർ അപ്പോൾ ഷാറുഖ് ഖാൻ്റെ കിങ്ങിൻ്റെ ഷൂട്ടിൻ്റെ വർക്കിൽ അവിടെ മുംബൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനുണ്ട്, കാരണം എങ്ങനെ റിയൽ എലഫൻസിനെ വെച്ചിട്ട് ഒരു വലിയ സീക്വൻസ് കൺസീവ് ചെയ്യും എന്നുള്ളൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ഓങ് ബാക്കിൻ്റെ ഫൈറ്റ് മാസ്റ്ററാണ്. അപ്പോൾ ഓങ് ബാക്കിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള കുറേ റിയൽ സീക്വൻസസ് എന്നെ അദ്ദേഹം കാണിച്ചു. അപ്പോൾ അതിലൊരു എനിക്ക് തോന്നുന്നൊരു 13-15 ആനകളെ വെച്ചിട്ട്, റിയൽ ആനകളെ വെച്ചിട്ട് ടോണീജ അതിൻ്റെ മുകളിലേക്ക് ഓടി കയറുന്നൊരു ലൈവ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അദ്ദേഹം കാണിച്ചു തന്നു. അത് എങ്ങനെയാണ് അവർ കൺസീവ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഓക്കെ ഇത് പോസിബിൾ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വരുമ്പോൾ ഏതൊരു ഡെബ്യൂ ഡയറക്ടറിനെയും പോലെ നല്ല ടെൻഷനും എല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ വലിയൊരു സപ്പോർട്ട്, അതുപോലെ ഈ പറയുന്ന പോലെ ഓൾ ടെക്നീഷ്യൻസ്, ഇപ്പോൾ ഇതിലെ ടെക്നീഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഇതിൽ പുതിയൊരാളുള്ളൂ. ബാക്കി എല്ലാ ടെക്നീഷ്യൻസും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയൊരു വലിയ സപ്പോർട്ട്, പ്ലസ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റും. രവി സാറും ഞാനിപ്പോൾ ഒരു 15 ദിവസമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം രവി സാർ ഇപ്പോൾ മുംബൈയിൽ വർക്കുള്ളപ്പോൾ ഞാൻ രവി സാറിനോട് മുംബൈക്ക് പോകും. അപ്പോൾ അദ്ദേഹം ഒരു ഹാഫ് ഡേ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും. അത് അവിടെ നിന്ന് നേരെ ഹൈദരാബാദിൽ പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹൈദരാബാദിലേക്ക് ഇല്ല, പിന്നെ ചെന്നൈ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവസാനം ഇപ്പോൾ കോഴിക്കോട് എത്തി നിൽക്കുക ഒരു 15 ദിവസത്തിൽ. ആൾ ഉറങ്ങുന്നത് ആകെ ദിവസത്തിൽ 3 മണിക്കൂറാണ്. അപ്പോൾ ഒരു പടത്തിൻ്റെ വർക്കിന് പോയിട്ട് ഞാൻ ചിലപ്പോൾ എനിക്കൊരു മണിക്കൂറായിരിക്കും ഉറങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിക്കും, പോൾ സാർ എവിടെയാണ്, സ്റ്റുഡിയോയിലേക്ക് വരാൻ പറയും. അത് കഴിഞ്ഞ് ആളൊരു സെക്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറയും നമുക്കൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം. അപ്പോഴാണ് എനിക്ക് ആശ്വാസം, ഓക്കെ കുറച്ച് നേരം പോയി ഉറങ്ങാം. ഞാൻ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ ആ സ്റ്റുഡിയോയിൽ സോഫ ഒക്കെ ഇട്ട് ഉറങ്ങും. ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആൾ ഓൾറെഡി വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ആളുകൾ പടത്ത സെഷൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹി ഓൾവേസ് വർക്ക്. അതുപോലെ BGMs ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ രവി സാറിൻ്റെ അടുത്ത് പറയും, സാർ അത് വർക്കാണോ? അപ്പോൾ രവി സാറിൻ്റെ അടുത്ത് പറയും, പോളുടെ ജനറേഷന് വേണ്ടിയിട്ടല്ല നോക്കണ്ടേ, യു വിൽ ഹാവ് ടു സീ ഫോർ ജെൻസി. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് ചിന്തിക്കാം. സോ ഹി ഓൾവേസ് അപ്ഡേറ്റ്. ഒരു എന്താ പറയാ, ഏത് പുതിയ മ്യൂസിക് വന്നാലും അദ്ദേഹം കേട്ട് ആ ഒരു വൈബിനനുസരിച്ചിട്ടാണ് ഈവൻ കാട്ടാളിന്റെ മ്യൂസിക് പോലും. ഇറ്റ്സ് ഓൾ അപ് ടു ജെൻസി. അങ്ങനെ ഒരു തിയേറ്ററിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കാൻ കാട്ടാളിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അലോക എന്നാണ്. അപ്പോൾ ഇതുപോലൊരു വലിയ സിനിമയിൽ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് I got a very nice, very big character in this movie.
My character name is Mari. Nice character, very nice character. After Pushpa, I never played like this kind of character actually. Very nice character, and first thank you, Paul. Thank you so much. Consider me. I have to say thank you, sir. Yo. Thank you. And really, I'm telling you, I don't know the language actually. Such a nice support he gave me, and like this movie is for me. This movie is actually school, college, and PC college also. Why? Because he sculptured me in the location. It's a beautiful film. Cubes Entertainment always comes with different kind of cinema. Marco was very different. It was a unique script, and you guys love it. And Cartlan is also a very different film, commercial film, जो कि बहुत कम सिनेमा बनता है मलयालम में. You saw Mari dancing in the song, and Anthony Pepe also. It's a good film with a lot of emotions. Anger is there, crying is there, and sentiments are there, and a good fight between we three is there. It's a damn good script. I can say one thing, you gave so much love to Cyrus, and Idi, my character name is Idi. Idi is not less than Cyrus. You will love it. Thank you, Paul sir. This is my Malayalam debut. நான் லாஸ்ட்டாக வீரதீர சூரனோட ப்ரொமோஷன்ஸ்க்கு வந்து உங்கள் எல்லாத்தையும் மீட் பண்ணேன். அப்புறம் இப்போ நான் இன்னைக்கு இங்கே வந்திருக்கேன். இட் இஸ் அ வெரி பிக் ப்ரிவிலேஜ் ஃபார் மீ டு ஒர்க் வித் சச் அன் அமேசிங் காஸ்ட். இங்கே பார்த்தா நான் மட்டும்தான் பொண்ணாக இருப்பேன், எல்லாருமே பசங்க, செட்லேயும் எல்லாருமே பசங்க. இட் வாஸ் வெரி ஸ்கேரி ஃபார் மீ. ஐ வாஸ் வெரி நர்வஸ் because like every film is like my debut film, and of course Kaatalan ஒரு massive filmல எனக்கு பால் சார் ஒரு ஆப்பர்ச்சுனிட்டி கொடுத்தது ரொம்ப ரொம்ப தேங்க்யூ. ஐ எம் எக்ஸ்ட்ரீம்லி ஆனர்ட் ஃபார் திஸ் ஆப்பர்ச்சுனிட்டி. அண்ட் நான் ஒர்க் பண்ணவங்க அஃப்கோர்ஸ் பெப்பே சார், ஷெரீஃப் சார் ஃபார் பிரிங்கிங் மீ இன் டு திஸ் ஃபில்ம், அண்ட் ரவி சாரோட மியூசிக்கில் இட் இஸ் லைக் நோபடி குட் ஹவ் ஆஸ்ட் ஃபார் அ பெட்டர் டெபியூ. அண்ட் சுனில் சார், த சுனில் ஸ்வீட் ஷாப், ஐ நெவர் ஃபர்கெட் தட். வணக்கம், நான் சென்னையிலேருந்து ஒரு தமிழ் ஆக்டர். சிறைன்னு சொல்லி ரீசெண்டாக ஒரு படம் பண்ணேன். அதில் போலீஸ் கான்ஸ்டபிளாக பண்ணேன். அங்கேருந்து எனக்கு ஒரு ஸ்ட்ரெயிட் ப்ரொமோஷன், எஸ்பி நெல்சனாக நான் வந்து ஐபிஎஸ்ஸாக நான் இதில் வந்து பண்ணியிருக்கேன். தேங்க்யூ ஸோ மச் பால் சார் ஃபார் திஸ் வண்டர்ஃபுல் ஆப்பர்ச்சுனிட்டி. ஆப்வியஸ்லி காட்டாலன் வந்து இட்ஸ் நாட் ஜஸ்ட் அ மாஸ் என்டர்டெய்னர் ஃபிலிம். ஏன்னா நாங்கள் நிறைய ஃபுட்டேஜஸ்லாம் நான் வந்து இதில் டப்பிங்கில் பார்க்கும்போது தெரிஞ்சது எனக்கு நிறைய எமோஷன்ஸில் விளையாடிருக்காரு சார். அண்ட் சார் வந்து செட்டில் வந்து எப்படின்னா, ஒரு கிரிக்கெட்டர் வந்து ஒரு பாலுக்கு முன்னாடி பேட்டை எப்படி சுற்றுவாரோ அது மாதிரி மைக்கை சுற்றிக்கிட்டே இருப்பார். He'll just be rotating with the mic, and that's how he releases his pressure. ആർട്ടിക്സിന് ശേഷം നാനും പെപ്പയും കൂടി ഒരുമിച്ച് ലൈക്ക് എന്താ പറയുക ஒன்றா வர்ற படம் இது. ஸோ எப்படி ஆர்டிக்ஸ் ஒரு பெரிய ஹிட் ஆச்சோ அதே மாதிரி காட்டாலன் சூப்பர் ஹிட் ஆகும். பிகாஸ் அந்த மாதிரியான ஒரு பிக் ஸ்கேல் இந்த படத்தில் இருக்குது. ஸோ நீங்கள் டெஃபினட்டாக உங்களுக்கு எல்லாருக்குமே பிடிக்கும். தேங்க்யூ பால் சார், இந்த படத்துக்காக என்ன വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. ആൻഡ് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ്, നമ്മുടെ ഷെരീഫ് സർ, പുള്ളിയും ഭയങ്കര താങ്ക് യു സർ ഫോർ ദറ്റ് ഓപ്പർച്യൂണിറ്റി യു ഗേവ് ടു മീ. ഐ എം ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം because this is my first Malayalam debut film, and kind of film we watched Marco, and I really loved that film. So after that, when I onboarded into this Cubes Entertainment, I really felt blessed because Marco is the biggest hit, and I'm sure this Kaatalan is going to become a massive hit. எல்லாருக்கும் நமஸ்தே. எப்படி சொல்கிறதுன்னு தெரியல. ஒரு சின்ன வில்லேஜில் வந்த ஒரு ஸ்மால் பாய். ஆஃப்டர் கேஜிஎஃப் யூ ஹாவ் கிவன் தட் மச் லவ், ஒரு ரெக்கக்னைசேஷன். ஆஃப்டர் 14 இயர்ஸ்க்கு அப்புறம் ஐ காட் ஆன் ஃபில்ம் லைக் உக்ரம். அப்போ தான் எனக்கு தெரிஞ்சது, ஓகே என்ன வேலைக்கு கூட ஒரு அவுட் சைடில் ஒரு வேல்யூ இருக்குது, ஒரு பேக்ரவுண்ட் ஸ்கோரில் கூட நம்ம மூவியில் நிற்க வைக்கலாம் அப்படின்னு. அதுக்கப்புறம் கேஜிஎஃப் பண்ணதுக்கப்புறம் தான் தெரிஞ்சுது, இது கர்நாடகா மட்டும் இல்லை, கேரளாவில் கூட எனக்கு ஸ்பேஸ் இருக்குது. இங்கே கூட
பிஜிஎம்னு கொண்டாடுறதுக்கு மனசு இருக்குது அப்படின்னு தெரிஞ்சுது. ஸோ எக்ஸ்பெஷலி எவ்ரி படம் வந்ததுக்கப்புறம் நான் ஐ மீன் ஃபோக்கஸிங் ஆன் இன் யூடியூப் ரிவ்யூவர்ஸ், எக்ஸ்பெஷலி கேரளா. இப்போ இங்கேயோட ரிவ்யூஸ் யார் பண்ணுவார்? ஏன்னா இங்கே வந்து டெக்னீஷியன் அப்படின்னா எல்லாரும் கை காமிச்சது வந்து கேரளா. எந்த ஆங்கிளில் இருந்தால் கூட, ஈவன் சினிமாட்டோகிராஃபி இருக்கட்டும், எந்த ஆங்கிளில் கூட தே வில் பாயிண்ட் அவுட் த இன் ஸ்டோரி டெல்லிங் ஆல்சோ எவ்ரிபடி அப்ரிஷியேட்டிங் கேரளா. இங்கே வந்து நம்ம ஒர்க் பற்றி பேசிட்டார் அப்படின்னா ஸோ நம்ம உலகமே வேணும்னு நம்ம ஜெயிச்சிடலாம்.